ഹായ്, കൊച്ചു വെളുപ്പാങ്കാലത്ത് എങ്ങോട്ടാണെന്നറിയോ? മാഹിക്ക് പോവാണ് കേട്ടോ. അതും ഒറ്റയ്ക്ക്. ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്കൊരു യാത്ര. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ എറണാകുളത്തു നിന്നാണ് മാഹിയിലേക്ക് പോകുന്നത്. നോർത്ത് പറവൂരിൽ നിന്നുള്ള വണ്ടിയാണ്. അപ്പോൾ വീടിൻ്റെ അതിലെ അവിടെ ബസ് സ്റ്റോപ്പ് വരെ ചേട്ടൻ കൊണ്ടുവിടുകയാണ് കേട്ടോ. വെളുപ്പിന് 4:45 ഉള്ളൂ. 4 മണിക്ക് എഴുന്നേറ്റാണ്, റെഡിയായി. 4:45 4:50 വണ്ടി അവിടെ എത്തും എന്നാണ് ഡിപ്പോയിൽ വിളിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ 2 മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് ഞങ്ങൾ അവിടെ എത്തിയതും വണ്ടി വന്നതും. ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. വണ്ടി കൊടുങ്ങല്ലൂർ എത്തുമ്പോഴത്തേക്ക് ഫുള്ളായി. എനിക്ക് ആകെ ഉണ്ടായ ഒരു ഇതെന്ന് വെച്ചാൽ, എനിക്ക് ആ ഫ്രണ്ടിലൊരു ഒറ്റയ്ക്കുള്ളൊരു സീറ്റില്ലേ, അത് കിട്ടണമെന്ന് ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അത് തന്നെ കിട്ടി. അപ്പം നല്ലൊരു യാത്രയായിരുന്നു. സ്റ്റാർട്ടിങ് തന്നെ ചേട്ടൻ എന്നെ അവിടെ കൊണ്ടുപോയി വിട്ട് ചേട്ടൻ പോയി. അത് കഴിഞ്ഞ് വീഡിയോസൊക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഫ്രണ്ടിൽ നിന്നുള്ള ലൈറ്റ്, വാഹനത്തിൻ്റെ ലൈറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് വീഡിയോസ് എടുക്കുമ്പോഴത്തേക്ക് അതായി ഇങ്ങനെയാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങി. എന്നിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കോഴിക്കോടേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് മാഹിയിലേക്കുള്ള ബസ് വേറെ മാറിക്കയറണം. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ 5-ാം തീയതി തുടങ്ങിയതാണ് മാഹി പെരുന്നാൾ. 5-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് മാഹി പെരുന്നാളുള്ളത്. എന്നിട്ടിങ്ങനെ പോകണം എന്നൊക്കെ ആലോചിച്ചു. പിന്നെ വിചാരിച്ചു ഈ വർഷം എന്നാൽ പോകണ്ട. പിന്നെ എനിക്കൊരു സങ്കടം, എല്ലാ വർഷവും പോകുന്നതല്ലേ, ഈ വർഷം മാത്രം പോവാതിരുന്നാൽ എങ്ങനെയാണ് എന്നൊക്കെ വെച്ചാൽ, ഇനിയിപ്പോൾ അടുത്ത വർഷം ഇനി പോകാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഈ വർഷം എന്തായാലും നമുക്ക് വേറെ തിരക്കുകളൊന്നുമില്ലാത്ത സ്ഥിതിക്ക് 21-ാം തീയതിയാണ് ഞാൻ പോകാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അപ്പൻ മാത്രം പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്, അമ്മയും അലനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ ചേട്ടന് വർക്കും കാര്യങ്ങളുള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അങ്ങനെ ആലോചിക്കുമായിരുന്നു. മാഹി പള്ളി പെരുന്നാളെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരു പെരുന്നാളാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അവിടെ നിന്ന് എല്ലാ വർഷവും തന്നെ ഒട്ടുമിക്ക ആൾക്കാരൊക്കെ പോകാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കടുത്താണ്, ട്രാവലിൻ്റെ കാര്യം അത്രയും പൈസയൊന്നും വേണ്ട. പിന്നെ അവിടെ ദ്രാവകത്തിലുള്ള സാധനങ്ങൾക്കൊക്കെ വില കുറവാണല്ലോ. അങ്ങനെ പിന്നെ മാഹി പെരുന്നാളിന് എൻ്റെ അപ്പൻ്റെ ബർത്ത്ഡേയുമാണ്. അത് കഴിഞ്ഞ് ഞാൻ കോഴിക്കോട് എത്തി ഒരു മസാല ദോശയൊക്കെ കഴിച്ച് തലശ്ശേരിക്കുള്ള ബസ്സിലേക്ക് കയറിയിരുന്നു. അവിടെയും എൻ്റെ സീറ്റ് എനിക്ക് തട്ടി കിട്ടി. മസാല ദോശ കഴിച്ചതിൻ്റെത് കാണാനുണ്ട്. കാരണം കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നോക്കി സെറ്റാക്കി. ലിപ്സ്റ്റിക് കയ്യിലുണ്ടെങ്കിലും ഇട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് പതുക്കെ ചലിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെയും ഞാൻ വയറ് നിറഞ്ഞ സ്ഥിതിക്ക് നന്നായിട്ട് കിടന്നുറങ്ങിയിട്ടാ. അങ്ങനെ മാഹി എത്തിയാൽ തന്നെ നമുക്ക് കണ്ണിന് കുളിർമ തരുന്ന ഒരുപാട് കാഴ്ചകളാണ് അല്ലേ. മാഹി പള്ളിയുണ്ട്. ഞാൻ വേറെ ഒന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? മാഹി പള്ളി, പിന്നെ കച്ചവടക്കാർ, ഒരുപാട് സാധനങ്ങൾ, അതൊക്കെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് നിങ്ങളെപ്പോലെ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നമുക്ക് എൻട്രൻസ് ആയി മാഹിയിലേക്കുള്ള. അവിടെ നിന്ന് നമുക്ക് അപ്പം തന്നെ കുറച്ച് ദൂരം കഴിയുമ്പോൾ തന്നെ നമുക്ക് മാഹിപ്പള്ളി കാണാം. ഏറ്റവും ചെറിയൊരു പള്ളിയാട്ടോ മാഹിപ്പള്ളി. വലിയ ആർഭാടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പള്ളി. പക്ഷെ പുറത്ത് ഒരുപാട് കച്ചവടക്കാരും സാധനങ്ങളൊക്കെ ഉണ്ടാവും. പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഈ തവണ ആദ്യമായിട്ട് ഞാൻ പോകുമ്പോഴാണ് ഒരു കളിപ്പാട്ടം ഞാൻ വാങ്ങിക്കുന്നത്. അതിന് മോക്ക് വേണ്ടിയിട്ട്. അല്ലാണ്ട് അങ്ങനെ നമുക്കൊന്നും അങ്ങനെ വാങ്ങിച്ച് തന്നിട്ടുമില്ല, വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ വാശി പിടിച്ചിട്ടുമില്ല. പിന്നെ ഹലുവ വാങ്ങും, പിന്നെ പൊരി വാങ്ങും, കുറച്ച് ഉപ്പിലിട്ടതൊക്കെ വാങ്ങും, അവിടുത്തെ ബീച്ചിൽ പോവും, അവിടുന്ന് ഫുഡ് കഴിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. എൻ്റെ അപ്പൻ്റെയൊക്കെ കേസാണെങ്കിൽ അതുപോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നേക്കാം. പോവും, അവിടെ നിന്നൊരു കാപ്പി കുടിക്കും, എന്നിട്ട് തിരിച്ചു വരും. ബാക്കി ഫുഡൊക്കെ വീട്ടിൽ നിന്നാണ്. അത് അന്ധകാലം. എൻ്റെ അച്ഛമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മാഹി പള്ളിയിൽ പോകാൻ ഇറങ്ങിയ സമയത്ത് എനിക്ക് പ്രസവവേദന വന്ന് ഞാൻ അപ്പനെ പ്രസവിക്കുന്നതായിരുന്നു. അതും ഒരു ഓർമ്മയാണ്. മാഹി എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഒത്തിരി ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളൊക്കെ നമുക്ക് എന്തിങ്ങനെ പുതുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ 2 സൈഡും നോക്കുമ്പോൾ നല്ല ക്യൂ ഉണ്ട്. 1 മണിക്കൂറോളം ഞാൻ ഏകദേശം ക്യൂ നിൽക്കേണ്ടി വന്നു പള്ളിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അവിടെ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചു, മാഹിയിലമ്മേനോട് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം നമുക്ക് അത്രയും നമുക്ക് അതിനുള്ളിലേക്ക് കയറുമ്പം നമുക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രത്യേക ഒരു ഫീലാണ് ആ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ.
അപ്പോൾ ഒത്തിരി തിരക്കുണ്ടെങ്കിലും നമ്മൾ എത്രയും ക്ഷമയോടെ നിന്ന് നമ്മൾ 2-3 മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ട് നമ്മൾ കയറിയ വർഷങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാണ് കേരളത്തിൽ ആദ്യമായിട്ട് ശയന പ്രദക്ഷിണം നടത്തുന്ന പള്ളി എന്ന് പറയുന്നത് മാഹിപ്പള്ളിയാണ്. ഞാനും 2 തവണ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ തവണ വളരെ അവസ്ഥയായിരുന്നു എനിക്ക്. രണ്ടാമത് പിന്നെയും ബെറ്ററായി. പിന്നെ സ്ഥിരമായിട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, എല്ലാ വർഷവും സ്ഥിരമായി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആകെ 2 തവണയേ ചെയ്തിട്ടുള്ളൂ. അപ്പനും ചെയ്തിട്ടുണ്ട് 2-3 തവണ. അത് കഴിഞ്ഞ് ക്യൂ ഒക്കെ നിന്ന് നമ്മൾ പള്ളീൻ്റെ ഉള്ളിലേക്ക് പ്രാവശ്യം മാഹിലമ്മേൻ്റെ ഒരു രൂപം പുറത്തും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാം നല്ല രീതിയിലാണ് കയറുന്നത്. അപ്പോൾ തന്നെ അനൗൺസ്മെൻറ്റ് വന്നു, വീഡിയോസ് എടുക്കാൻ പാടില്ല, പള്ളീൻ്റെ ഉള്ളിൽ വീഡിയോസ് എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും എൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദൂരെ നിന്നൊരു വീഡിയോ എടുത്തപ്പോൾ എൻ്റെ മുന്നിലുള്ള ഒരാളും കൂടി എടുക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സെക്യൂരിറ്റിയും നമ്മുടെ വോളണ്ടിയേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നേർച്ചയ്ക്ക് വാങ്ങിയതിന് ശേഷം അടിമ വെക്കാൻ വേണ്ടി പോയി. അടിമ വെച്ച് അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഒരു അച്ഛൻ്റെ അടുത്ത്, വേറൊരു അച്ഛൻ്റെ അടുത്താണ് ഞാൻ പോയത്. അവിടെ വെച്ച് അടിമയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ഇവിടം വരെ വന്നതല്ലേ, കുഞ്ഞുമക്കളുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരണം എന്ന്. അപ്പം ഞാൻ ഇത്തിരി പക്ഷേ എന്തൊരു വിലയാടോ കളിപ്പാട്ടങ്ങൾക്കൊക്കെ, ഇത്രയും വിലയൊക്കെ ഉണ്ടാവുമോ? ഞാൻ ഓരോ സ്റ്റാളിലൊക്കെ പോയി നോക്കുമ്പോൾ നമുക്ക് അത്രയും വിലയില്ലാന്ന് നമുക്ക് മനസ്സിലാവും, എന്നാലും അവർ വില കൂട്ടി പറയുന്നതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ കുറച്ച് സ്ഥലത്തൊക്കെ പോയി പിന്നെ കുറച്ച് ഞാൻ വെച്ചു കളിപ്പാട്ടങ്ങൾ നിൽക്കട്ടെ വാങ്ങാം. അപ്പോൾ ഇനി നമുക്ക് ഓർണമെൻറ്റ്സ് ആയിട്ട് നമ്മൾ വള, മാല, കമ്മൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, പിന്നെ കുഞ്ഞ് ക്ലിപ്പൊക്കെ. അപ്പോൾ എൻ്റെ മോൾ ഇട്ടില്ല കുഞ്ഞ് ക്ലിപ്പൊന്നും. പിന്നെ നമ്മുടെ വേറെ മക്കളുണ്ടല്ലോ അവർക്കും കൊടുക്കാമെന്ന് വെച്ചിട്ട് മാലയും ക്ലിപ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ച്. പിന്നെ അവിടെ ഒരു സ്റ്റോളിൽ ഈ പഴയകാല മിഠായികൾ, ഇപ്പോൾ ഒട്ടുമിക്ക എല്ലായിടത്തും ഉണ്ട് ഈ സാധനം, പഴയ കാല മിഠായികളെന്നും പറഞ്ഞിട്ട് വെച്ചേക്കുന്നത്. കാണാൻ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. നമുക്ക് കുറേ പഴയ ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോകും. പക്ഷെ ഞാനൊന്നും അവിടെ നിന്ന് വാങ്ങിച്ചില്ല, ജസ്റ്റ് വീഡിയോസ് മാത്രം എടുത്ത് വന്ന്. ഇനി ഇതൊക്കെയാണ് പിള്ളേർക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് ഒന്നും നോക്കാനുള്ള സമയമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ 12 മണിക്ക് അവിടെ എത്തുന്നത്. 1:30 എനിക്ക് തിരിച്ചു പോകണം. 1 മണിക്കൂർ എനിക്ക് അവിടെ പള്ളി കയറേണ്ടതിനായിട്ട് സമയം ചിലവഴിച്ചു. അപ്പോൾ അവിടുന്ന് കുറച്ച് ഹലുവയും പൊരിയും പിന്നെ കളിപ്പാട്ടങ്ങളും ഒക്കെ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇതേ കവറിൽ കെട്ടി കോഴിക്കോടേക്കുള്ള ബസ് ചാടി പിടിച്ചു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ സുഖമാണ്. പക്ഷേ വീട്ടിലിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടേതായ കുറച്ച് ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ സമയം കണ്ടെത്തണം. പിന്നീട് സമയം കണ്ടെത്തുമ്പോഴത്തേക്കും നമുക്ക് കുറേ പ്രായമാവുമല്ലേ. അത് കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് ഒരു ബിരിയാണി കഴിച്ചപ്പോഴത്തേക്കും എൻ്റെ ലിപ്സ്റ്റിക് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് പറവൂർക്കുള്ള ബസ്സുണ്ട്, പക്ഷേ ബുക്ക് ചെയ്യണം. ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ എൻക്വയറി ഡിപ്പാർട്ട്മെൻറ്റിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബുക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, സീറ്റ് ഉണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നിന്ന് പോകേണ്ടി വരും. എനിക്കതായിരുന്നു ടെൻഷൻ. ഞാൻ ആകെ അവിടെ ഒരു കണ്ടക്ടറിൻ്റെ സീറ്റിൽ ഇരുന്നു. കണ്ടക്ടറിൻ്റെ സീറ്റിലൊന്നും നമുക്ക് ആരും ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. പിന്നെ എൻ്റെ നല്ല ഭാഗ്യം കൊണ്ട് ആരും എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ല. അത് കഴിഞ്ഞ് അവിടുത്തെ കാഴ്ചകളൊക്കെ ഓരോന്ന് കണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും മിസ് ചെയ്തത് എന്താണെന്നറിയോ, കല്ലുമ്മക്കായ വാങ്ങാനും പറ്റിയില്ല, ഒന്നും തിന്നാനും പറ്റിയില്ല, ഒന്നും. നമുക്ക് സമയം ഇങ്ങനെ കൈ പിടിച്ചു പോകുമ്പോൾ വേറെ നമുക്കൊന്നും ഇങ്ങനെ നോക്കി നടന്ന് വാങ്ങിക്കാനുള്ള സമയമില്ല. അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു യാത്രയായിരുന്നെങ്കിലും കൊടുങ്ങല്ലൂരെത്തിയപ്പോൾ ചെറിയൊരു ആശ്വാസമായി. കാരണം എന്ന് വെച്ചാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൻ വരും എന്നാണ് എൻ്റെ ഒരു ഉള്ളിലുണ്ടായിരുന്ന ചിന്ത. പക്ഷെ വന്നിട്ടുണ്ടായിരുന്നില്ല പുള്ളി. എന്നിട്ട് ഞാൻ കൊടുങ്ങല്ലൂരെത്തിയപ്പം ഒരാശ്വാസമായി. ചേട്ടനൊക്കെ ചോദിച്ച് എങ്ങനെയുണ്ടായിരുന്നു സോളോ ട്രിപ്പ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, ഇനി എനിക്ക് എവിടെ വേണമെങ്കിലും പോവാം. അപ്പോൾ ഇനിയും എൻ്റെ സോളോ ട്രിപ്പ് ഉണ്ടാവും. ബൈ ബൈ.